മഴച്ചാറിൽ കൊള്ളണ്ട. മഴച്ചാറിൽ കൊള്ളണ്ട സുകന്യെ. ഇതിപ്പോ തിരക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. സമയമുണ്ട്. നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ട് കേട്ടാ. അല്ല ഒരു തൊട ഇവിടത്തെ കഴിഞ്ഞതേട്ടാ. പിന്നെ അവിടൊക്കെ നനഞ്ഞോണ്ടിരിക്കും. ചളിയാവല്ലേ. അപ്പൊ ആരെങ്കിലും കാണുമ്പോ ഇങ്ങനെ പിന്നെയും ചളിയായി കിടക്കണ്ട വിചാരിച്ചിട്ട്. റോഡ് സൈഡും അല്ലേ വീട്. ശരിക്കും പറഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് ഈ വീട് എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെ കിടക്കണുള്ളൂ. അത് മഴക്കാലത്ത് അങ്ങനെ വൃത്തിയില്ലാന്ന് തോന്നും എങ്ങനെയാലും. അത് നോക്കിട്ട് കാര്യമില്ല. ഒന്ന് വൃത്തിയാക്കുക എന്നല്ലാണ്ട് എന്തായാലും ഇന്നിപ്പോ മൊത്തം വൃത്തിയാക്കലല്ലേ ഇന്നത്തെ പരിപാടി. പിന്നെ അത് മാത്രല്ലേട്ടാ, എത്ര തുണികളാണ് ഈ ഉണങ്ങാതെ കിടക്കണേ. എന്താ മുത്തേ ഇതൊന്ന് കറക്കാൻ വേണ്ടിട്ട് പോരെ. നോമ്പ് തുടങ്ങുന്ന സമയത്ത് നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ വീടും തുണികളും മൊത്തം അടിച്ചിട്ടും കോരിയിട്ടും വൃത്തിയാക്കിയിടില്ലേ. എത്ര ചെയ്താലും നോമ്പ് സമയത്ത് അവർക്ക് പുണ്യമാസല്ലേ. അതുപോലെ റംസാൻ മാസം, അതേപോലെ നമ്മുടെ കർക്കിടക മാസം നമുക്ക് നല്ല മാസമാണ് കേട്ടോ. കർക്കിടക മാസം രാമായണ മാസം. പിന്നെ പണ്ടുള്ളവർ പറയും കർക്കിടകം ദുർഘടകമാണ് പറയും. കാരണം പെരും മഴ, പണിയില്ലായ ഒക്കെ ആയിട്ട് അങ്ങനെ സാധാരണക്കാർക്ക് അങ്ങനെയുണ്ട്. പക്ഷെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അവർക്ക് നല്ലൊരു മാസമാണ്. സംക്രാന്തിക്ക് മുന്നിലുള്ള കുറെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാതെ ഞാനിതൊന്ന് തട്ടിപ്പോയി. പൊന്നോ ഇനി അമ്മല്ലാട്ടോ. സുകന്യ ജനല് തുടയ്ക്കുന്നു. താങ്ക് യു. അതാ ഇന്നെ പിടിച്ചു വലിക്കു നോക്ക്. സുകന്യെ ഇവിടെ വന്നിരുന്നോ? നിന്റെ മകന്റെ പിന്നാലെ. എനിക്ക് പണി. ഈ ജനലിന്റെ മേൽഭാഗം നീ എന്താ ചെയ്യാ സുകന്യെ? ഇതിന്റെ മേൽഭാഗം എന്താ ചെയ്യപ്പോ? ഈ അടിഭാഗം മാത്രം നിറച്ചാ മതിയാ. നമ്മളോടാ സുകന്യ കളിയിലേ. അപ്പൊ മാറാല തട്ടിലൊക്കെ രാവിലെ നേരത്തെ കുറച്ച് മുന്നേ കഴിഞ്ഞതല്ലേ? മാറാല തട്ടില് കഴിഞ്ഞിരുന്നു കേട്ടോ. ഏട്ടനപ്പോ അമ്മൂട്ടീനെ സ്കൂളിൽ കൊണ്ടേക്കാൻ പോയി. ഈ മാറാലയുടെ ഈ സംഭവല്ലേ കുട്ടികളെ അടിച്ചു പൊട്ടിച്ചു. പശുള്ള ആൾക്കാര് അട്ടക്കരി ഉണ്ടാവുമ്പോ ആദ്യം വന്നിട്ട് കൊണ്ടുപോട്ടോ. ആദ്യമല്ല ഇപ്പൊ വന്ന് കൊണ്ടുപോകും. അട്ടക്കരിയില്ലേ? അട്ടക്കരി കൊണ്ടുവന്ന കറുത്ത അട്ടക്കരിയില്ലേ? മുറിയിൽ മരുന്നിടാൻ. പശുവിന് മുറി ഉണ്ടാവില്ലേ? പശുവിന് മുറി ഉണ്ടാവുമ്പോ മുറിയിൽ ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ എല്ലാവർക്കും ഈ ആലുവടുപ്പും കാര്യങ്ങളൊക്കെ തന്നെ അല്ലല്ലോ. നമ്മുടെ ഇവിടെ അപ്പൊ ഇപ്പൊ വെച്ചാല് എന്താ പശുവിനൊക്കെ ഇങ്ങനെ മുറിയാവുമ്പോ പണ്ടത്തെ ആൾക്കാരായിട്ടോ ചെയ്യുള്ളൂ. ഇപ്പൊ ആൾക്കാരൊക്കെ ഫുള്ള് നമ്മുടെ പോലെ എന്താ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി. ആദ്യം ഉള്ളവരൊക്കെ പൊടിക്കൈകൾ നോക്കില്ലേ. പൊടിക്കൈകൾ നോക്കിയിട്ടാണ്. പിന്നെന്താ ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു എന്താ കിങ്ങിണി ഉണ്ടായിരുന്നു കേട്ടോ, ചെറുത്. അവളുടെ കാത് കുത്തി കൊടുത്തിട്ടേ കാതിന്റെ ഇവിടെ നല്ല പഴുത്ത് നീര് വന്നിരുന്നു. അപ്പൊ നമ്മള് എന്താ ചെയ്യാന്നറിയാണ്ട് നമുക്ക് അടുത്ത വീട്ടില്ല അമ്മയുടെ ആങ്ങളുടെ മോള് വന്നിട്ട് ഈ അട്ടക്കരിയും മഞ്ഞളും ഉപ്പും പാടം അങ്ങോട്ട് തിരുമ്പിയിട്ട് ചെവിയിൽ വെച്ച് കൊടുത്തു. എത്ര വേഗം പുഴു പോയില്ലേ. അപ്പൊ എന്തിനാണ് ഈ ചളിയിൽ നീ ഇതൊക്കെ ചെയ്യുന്നത്? മഴ പോവുക നോക്കി വെക്കാം, എന്നിട്ട് ചെയ്യാതൊക്കെ. നീ ജനലിങ്ങനെ തുടയ്ക്കുമ്പോഴേക്കില്ലേ ഒരാൾ നോക്കി നോക്കി മഴച്ചാലും കൊണ്ട് നടക്കണത്. അവസാനത്ത് കഴിയുമ്പോഴേക്ക് സംക്രാന്തി കഴിയുമ്പോഴേക്കില്ലേ കുട്ടിക്ക് പനി പിടിക്കട്ടോ. അതിനുള്ളിൽ കേറ്റിക്കോ. എടി അതിനെ നോക്കിക്കോ, ഞാൻ ചെയ്തോളാം. നീ കുട്ടീനെ ഇങ്ങോട്ട് നോക്കി. സുകന്യ നീ ഇങ്ങോട്ട് വന്നോ? കുട്ടീനെ നോക്കിക്കോ. സുകന്യ നാളെ കുട്ടിയാണെങ്കിൽ വല്ലാത്തൊരു കുട്ടി, പറഞ്ഞാ കേൾക്കാത്തൊരു കുട്ടിയാണേ. അതാ നടക്കണം. പിന്നെ അവനെ നോക്കേണ്ട പ്രായല്ലേട്ടപ്പോ. നമ്മള് എന്താ ആൾക്കാരില്ല, ഒറ്റയ്ക്കാണ് പറഞ്ഞ വെച്ചാല് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറയാം. ഇതിപ്പോ ഒരാളല്ലെങ്കിൽ ഒരാളുണ്ടല്ലോ ചെയ്യാന്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ, ഇപ്പൊ അവനെ നോക്കിട്ട് അവിടെ ഇരിക്കുക. ഈ മഴയത്ത് കൂടെ പോയിട്ടും തലയിൽ നനഞ്ഞ് പനി പിടിച്ചു വന്നു എല്ലാം. പിന്നെന്താ പൊന്നോ അരി അരക്കാണ്ട് കേട്ടാ. അരി അരക്കാൻ ഉഴുന്നിടുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. പകുതി ആകുമ്പോ ചിലപ്പോ നിക്കോന്നും അറിയില്ല. സമയം ഇന്നിപ്പോ എത്ര മണിയായി പറയട്ടാ? 11 മണിയായി. ഇന്നിപ്പോ രാവിലത്തെ എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ലാന്നല്ലേ.
സംക്രാന്തി മഹാമാസത്തിന്റെ രാത്രി പരിപാടികളുടെ തുടക്കം. രാത്രി പരിപാടികളുടെ തുടക്കം. നാടൻ കോഴി ആയിട്ടോ. നാടൻ കോഴി ഇതാ, നാടൻ കോഴി വെച്ചിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കണം. അപ്പൊ കറി ഞാൻ വെച്ചു. ദോശ പരിപാടി സുകന്യക്ക്. കുറച്ച് ദോശ സുകന്യ ഉണ്ടാക്കട്ടെ. ദോശയുടെ നല്ല സുകന്യ കഴിവ് തെളിയിക്കുന്നത് ദോശയിലാണോ? ഒന്ന് ദോശ ഉണ്ടാക്കട്ടെ. ദോശ സുകന്യ ഇല്ല, ഞാന് ഒരു ദോശക്കല്ലൂടെ ഉണ്ടെങ്കിൽ എടുത്തിട്ടോ. നോൺ സ്റ്റിക്കിന്റെ ഇല്ലേ ഇങ്ങനത്തെ? നോൺ സ്റ്റിക്ക് എന്തെങ്കിലും ഒന്നുകൂടെ വെച്ചോ. വെക്കാം. അതൊക്കെ ഒരുപാട് സമയം പോകും. വേഗം ഒരു ദോശക്കല്ല് ഒരു ദോശയിൽ ഉണ്ടാക്കാൻ പറ്റും. ദോശമാവിന് വേദനിക്കട്ടെ. അടിപൊളി ഉണ്ടാവും. അതാ കോമ്പസ് വെച്ച് വരുന്ന ദോശ ഉണ്ടാക്കണതില്ലേ മക്കൾക്ക് കഴിക്കാനേ. പൊന്നൂന് എച്ചി വേണ്ടടി, കോഴി എച്ചി വേണ്ടടി. കരളെടുത്ത് എച്ചി കട്ടി നിന്നോ, എച്ചി പാപ്പ നിന്നടി. ഒരു ലക്ഷം കഴുകി കൊടുത്താ. കഴിച്ച ദോശ കുറച്ച് ഗ്യാസിലുണ്ടാക്കിയാലോ? ഗ്യാസിലുണ്ടാക്കണ്ട, അടുപ്പിലുണ്ടാക്കോ. അതിന് അടുപ്പിലുണ്ടാക്ക 2 ദോശക്കല്ലില്ലേട്ടാ. നോൺ സ്റ്റിക്ക് അതിൽ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പോവോ? അല്ലെങ്കിൽ എന്താണെന്നറിയോ, നേരം വഴുകുള്ളൂലമ്മ മക്കൾക്കേ. സുകന്യ മക്കൾക്ക് പിന്നെ വിശപ്പാവും, പിന്നെ കരച്ചിലാവും, ബഹളാവും. ഒരെണ്ണത്തിൽ ഉണ്ടാക്കുന്ന ചിലപ്പോ ഒരുപാട് സമയം. കുറച്ച് കട്ടിയിലിരിക്കട്ടെ കേട്ടോ. കട്ടിയിൽ മതിട്ടോ. ഇറച്ചിക്കറി കഴിക്കുമ്പോ കുറച്ച് കട്ടിയുള്ള ദോശ, നൈസ് ദോശ. എനിക്ക് ഈ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന ദോശ ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമുള്ള വെച്ച് കഴിച്ചോളൂ. എനിക്ക് ആ ചട്ടിയിട്ടാ മതി. എണ്ണ വെച്ചിട്ടുള്ള ദോശ ഇഷ്ടം. ഇതിലുണ്ടാക്കണതിന്റെ അതിന്റെ മണം വ്യത്യാസമുണ്ട്. മക്കളെന്താ ചെയ്യുന്നത്? മക്കളവിടെ പഠിക്കുക. ഇന്നത്തെ ഒരു വിശേഷം പറയണ്ടേ? പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഉണ്ട് കരണ്ട് പോയിട്ട് നമ്മൾ അരി അരച്ച് ഒരു വിശേഷം എടുക്കാൻ പറ്റിയില്ല. അയ്യോ, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടൊന്ന്. അയ്യോ എന്താ ചെയ്യാ. എന്നാ സുനിയെ തരാട്ടോ. തരാം. അതിലുണ്ടാക്കാൻ പറ്റുന്നില്ലേ? ഓ അല്ലേ, നമ്മുടെ അച്ഛനമ്മമാരും ഒക്കെ നമുക്കിതിങ്ങനെ കാണിച്ചു തന്നിട്ടേ നമുക്ക് ഈ സമയമാകുമ്പോ ഇങ്ങനെ ചെയ്യാൻ തോന്നും. നമ്മുടെ മക്കളൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോ ഇതൊക്കെ കാണുമ്പോ അവർക്ക് ഉണ്ടാക്കാൻ തോന്നും. അല്ലാണ്ട് എന്താ. ഇവിടെ അതേപോലെ ഒരു രസം ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടമ്മ? തിരുവാതിര സമയത്തേ, തിരുവാതിരക്ക് സ്രാവ് മീൻ വാങ്ങാണ്ടേ അച്ഛൻ എപ്പോഴും സ്രാവ് മീൻ വാങ്ങുത്രേ. തിരുവാതിരക്ക് എപ്പോഴല്ല, തിരുവാതിര സമയത്തേ. അപ്പൊ അച്ഛൻ ഒരു ദിവസം ഉണ്ട് വന്നിട്ട് പണിക്ക് പോയി വന്നിട്ട് സ്രാവ് മീൻ വാങ്ങാണ്ട് അച്ഛൻ ചോറിനാതെ ഇരുന്നിട്ടുണ്ട് ഇവിടെ അച്ഛനമ്മ. എന്നിട്ട് വൈകുന്നേരത്തെ ഏട്ടൻ എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളൂ, എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളൂ. എന്നിട്ട് പിന്നെ ഏട്ടന് ആരെ വരുമ്പോ കൊണ്ടന്ന് കഴിഞ്ഞിട്ട് അത് കൂട്ടിയിട്ടാണ് അച്ഛൻ ചോറുണ്ടാക്കണത്. പൊന്നു എച്ചിന്നുണ്ടടി. ഇറച്ചി തിന്നോ? ഇഷ്ടായോ? ഓ ശരി. എന്തെങ്കിലും കഴിക്കട്ടെ. തിന്നു. ഓ സുകന്യ, നമ്മള് എപ്പോഴും കോങ്ങാട് ചന്തക്ക് പോയി അറിയില്ലേ? ഇതാ കോങ്ങാട് ചന്തക്ക് പോയിട്ട് കൊണ്ടുവരുന്ന പച്ചക്കറികളാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോണ്ടേ. ഇവിടെ കൊട്ടിയാലോ? കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ ഉപ്പേരിയൊക്കെ വെക്കണ്ടേന്ന്. എന്താ സ്കൂളിക്ക് ഈ സാധനം കൊണ്ടല്ല. അതാ കണ്ടോ, കുമ്പളങ്ങ, മത്തൻ, കൈപ്പയ്ക്ക, വലിയ കൈപ്പയ്ക്ക. എനിക്കിഷ്ട കൈപ്പയ്ക്ക. എനിക്ക് ഉപ്പേരികളിൽ വെച്ചിട്ട് കൈപ്പയ്ക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടാ. ഇഷ്ടല്ല?
ദാ, ഇങ്ങനെയൊക്കെ മുറിച്ച് കൊണ്ടുവരുമ്പോഴേ ഞങ്ങൾക്ക് 2 ദിവസമൊക്കെ കറി വെക്കാൻ ഉണ്ടാവില്ല മാ. മോരുകൂട്ടാനൊക്കെ വെക്കുമ്പോ മാത്രമാണ് കുമ്പളങ്ങ തോനെടുക്കുള്ളൂ. മറ്റേത് ഞങ്ങൾ കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ അടിപൊളി ക്യാരറ്റാണല്ലോ പ്രാവശ്യത്തെ. ക്യാരറ്റ് ഇതാ വലിയ ക്യാരറ്റ്. അമ്മ ഈ പ്രാവശ്യത്തെ മുളക് വറക്കണം. ഓ ക്യാരറ്റ് മുളകിൻ ഈ പ്രാവശ്യം കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. ബീട്രൂട്ട് കണ്ടോ, ഉപ്പേരി വെക്കാൻ ബീട്രൂട്ട്. പിന്നെ പൊന്തങ്കായ ഇതാ വഴുതനങ്ങ. വഴുതനങ്ങയാണല്ലേ? വഴുതനങ്ങ. ഈ വറക്കാൻ പറ്റിയ മുളക് നോക്ക്, അടിപൊളിയാട്ടോ അത്. നല്ല ഇഷ്ടമായി. അളിഞ്ഞു പോകും. നാളെ തന്നെ ചെയ്യണം. നാളെ തന്നെ മുളക്. മുരിങ്ങക്കായ ഇല്ല കേട്ടോ. മുരിങ്ങക്കായ്ക്ക് 200 രൂപയാണ് വില. ചന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ആൾക്കാരാണ് വന്ന് വാങ്ങാന്നറിയോ? അതാണല്ലോ ചന്ത. അതാണല്ലോ ചന്ത എന്നല്ല അറിയുന്നത്. കണ്ട് എന്താണ് എടുത്ത് പായണത്? എവിടേക്കാ തൊട്ട് പോണു? ഇങ്ങോട്ട് കൊണ്ട് മാറ്റി വെച്ചിട്ട് എന്തിനാ? തിരക്ക് കൂട്ടിട്ട് പ്രതോന്ന് വെച്ചാൽ നോക്കിയൊക്കെ ഇഞ്ചി. നമ്മളെപ്പോഴും ഇഞ്ചി വേണം കേട്ടോ ഇവിടെ. മഴ കാട്ടം കൊണ്ടൊക്കെയാണ് കണ്ടോ എന്റെ കുട്ടി. പിന്നെ തക്കാളി. മക്കൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്. എന്താ എല്ലാ തിങ്കളാഴ്ചയും വാങ്ങും കേട്ടോ. തിങ്കളാഴ്ച വാങ്ങും പച്ചക്കറി. എന്താ വെച്ചാൽ 5 ദിവസം പേർക്ക് എന്തെങ്കിലും ഉപ്പേരി ഉണ്ട്. ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്. പിന്നെ ഈ മുളകൊന്നും നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടില്ല. വറുത്തിട്ട് ഈ മുളക്. ഇതാ ഇഞ്ചി കഷ്ണം അതായിരിക്കണം മാറ്. നമ്മുടെ അടുക്കളയിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാലേ. തക്കാളി ഒരു പാത്രം എടുത്ത് തക്കാളി ഇടാന്. നമ്മള് അവൻ കഴിച്ചോട്ടെ സുകന്യ. അവര് കഴിച്ചോട്ടെ. മുളകൊന്നും തിന്നില്ല. അവന് മുളക് കണ്ടാത്തേ പേടിയാണ്. അവന് ഇത് കൊടുക്കുന്ന ദോശ വേണ്ടാണോ? ആർക്ക്? കുഞ്ഞനോ? അവന് കൊടുത്തോ? ഞാൻ ഉണ്ടാക്കിക്കോളേ. വെറുതെ കുട്ടിയോട്. മഴ നനക്കണു കേട്ടോ ചന്തയത്തെ പച്ചക്കറി. അതുകൊണ്ടേ ഫ്രിഡ്ജിലോ കണ്ടോ? ഇത് ഒക്കെ കഴുകണം കേട്ടോ. ഇപ്പൊ അവിടെ അപ്പുറത്തെ ലൈറ്റ് ഇല്ലല്ലോ. നമ്മള് ഇവിടെ അടുക്കളയ്ക്ക് എടുത്തില്ലേ. അപ്പൊ അത് ഒക്കെ എന്താ അല്ലെങ്കിൽ ഒക്കെ പെട്ട്. അതെ ഇതിന്റെ അടിയിൽ വെക്കാനേ. ശരിക്കും പറഞ്ഞാ നീ കഴുകാനുള്ളത് ഇതായിരിക്കണം. നമുക്ക് അധികം ചെലവ് ഏതിനാന്നറിയോ? ഉള്ളിയും തക്കാളിക്കുമാണ് അധികം ചെലവ്. കാരണം മക്കള് എപ്പോഴും അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വാട്ടി കൊടുത്താൽ അവര് ഭക്ഷണം കഴിച്ചോളും. അങ്ങോട്ട് നൈസാക്കണ്ടേ? അതെന്താന്നറിയോ? നമ്മൾ ഈ പച്ചക്കറി ഉണ്ടെങ്കിലും ഇല്ലേ, നമുക്ക് പച്ചക്കറി ഉണ്ട് വെച്ചാലും മുളക് വറുത്ത പുളിയോ എന്താ മുരിഞ്ഞ താളിച്ചതോ എന്തെങ്കിലുമൊക്കെ കേട്ടോ നല്ല ഇഷ്ടം ഉണ്ടാവുക. ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പച്ചക്കറി തികയില്ല. ഉപ്പേരിയും ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് 1/2 കിലോനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ബുധനാഴ്ച വ്യാഴാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ കഴിയൂട്ടോ. അപ്പൊ നമ്മള് എന്താ ഉള്ളത് കൂട്ടിയിട്ട്. പച്ചക്കറി കൂടുതൽ ഇഷ്ടമല്ല, മീനും കൂടുതൽ ഇഷ്ടമല്ല. പച്ചക്കറി ഉപ്പേരി ഇഷ്ടമാണ് മക്കൾക്ക്. അത് നമ്മൾ അധികം ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അങ്ങനെ എന്താണെന്നറിയോ? മക്കൾ എങ്ങനെയെങ്കിലും അതല്ലേ വിറ്റാമിനുള്ള സാധനങ്ങൾ. പിന്നെ ചെറുപയറ്, കടല, മുതിര അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപ്പേരിക്ക്. ഇന്ന് ഉപ്പേരി വെച്ച് കൊണ്ടേ കൊടുത്താൽ നാളെ എന്താ അതന്നെ കൊടുത്താൽ അവരൊന്നും പറയൊന്നുമില്ല കേട്ടോ.
മാറ്റി തരണമെന്നൊന്നും പറയില്ല. എന്താണ് ഇത് കേട്ടോ ആ ഓ അമ്മ കറി കൊടുക്കുന്നമ്മ. അച്ചൂടെ അച്ചൂടെ അച്ചു പൊക്കോട്ടെ കുട്ടി അച്ചുട്ടിയെ പൊക്കോ ഓ പൊക്കോളൂ പൊക്കോളൂ. അവർക്ക് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പൊ മക്കള് കഴിക്കാൻ വേണ്ടിട്ട് എത്ര നിങ്ങടെ കഴിച്ചോളിയും കഴിച്ചോളിയും. എങ്ങനെയുണ്ട് പറയട്ട? കഷ്ണം കൂട്ടിക്കോ. ചാറ് പിന്നെ ആർക്കാ കഷ്ണം? ഇവിടെ മീനാണ്. ആർക്ക്? അച്ഛനോ? ഇവിടെ എങ്ങനെയാന്നറിയോ, മീനാണ് പറഞ്ഞാല് മീൻകറി ഇഷ്ടല്ല. മീൻകറി വെച്ച് ഇന്നലെ അമ്മ മീൻകറി വെക്കണം പറഞ്ഞതാണ്. കിച്ചു മീൻകറി വേണ്ടോ പറഞ്ഞിട്ട് ലാസ്റ്റ് മുളക് വറുത്തപൊടി ഉണ്ടാക്കിയിട്ട് ചോറിട്ടുണ്ട് വന്നു. വെക്കായിട്ടില്ല. കഴിച്ചോ. കുഞ്ഞുണ്ണിയും കുഞ്ഞനൊക്കെ എവിടെ? എന്തായാലും സുകന്യ ഉണ്ടാക്കണ ദോശ മതിട്ടാ. ഓ ആ ദോശ ശരി. മാവ് കുറച്ചും കൂടി വിട്ട് വെക്ക്. എങ്ങനെയുണ്ടമ്മു ഇറച്ചിക്കറി? മാവ് ചൂട്. ഏട്ടാ അമ്മൂട്ടി വെരി ഗുഡ് പറഞ്ഞു. എങ്ങനെയുണ്ട് ചിക്കൻ കറി? പുറത്ത് നല്ല മഴയാണ് കേട്ടോ. എന്തോ ദൈവം കാത്തു. ഇല്ല പറഞ്ഞാൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കില്ലേ ദോശയും ഇറച്ചിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാരണന്മാർക്ക് വെച്ചു കൊടുക്കേണ്ട ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ദോശ ഇറച്ചി ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും എണ്ണയിലപ്പം എന്തെങ്കിലും ഉണ്ടാവും. ചോറ് വെക്കണം. ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം എണ്ണേനെ. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ അതൊന്നും ഇല്ലാത്തതും കൊണ്ട് കറണ്ട് പോയതും കൊണ്ടും നമ്മുടെ നേരം വൈകിട്ടോ. അതുകൊണ്ടാണ് മക്കള് കുറച്ച് നേരം മൊത്തത്തിലൊന്നും വീഡിയോയിലും എല്ലാം ബാധിച്ചു. അയ്യോ നമ്മളിന്ന് കൊറേ ഭാഗങ്ങൾ എടുക്കാൻ പറ്റുമൊക്കെ പോയി. നമ്മളിതാ ഈ വാതിലൊക്കെ കണ്ടോ? വാതില് ജനലൊക്കെ തേച്ചൊരച്ച് ഇന്ന് നല്ല പണിയാന്ന് കേട്ടോ. വാതിലൊക്കെ തേച്ചൊരച്ചു. പിന്നെ കൊറേ തുണികൾ അല്ലെങ്കിൽ തിരുമ്പിയിടലൊക്കെ ഉണ്ട്. പക്ഷെ ഈ 2 ദിവസമായിട്ട് നമ്മള് തിരുമ്പാൻ പറ്റുന്നില്ല. പെരും മഴയായിട്ട്. പുതിയ വീടിന്റെ ഉള്ളില് നിറയെ തുണികളാണ്. അയ്യോ അത് ശരിയാ. മക്കളുടെ ഉണങ്ങി കിട്ടണ്ടേ? ഇതെന്താ ഇങ്ങനെ ചുരുണ്ട് മടങ്ങിട്ടൊക്കെ ഇരിക്കണേ? നീ എന്തെങ്കിലും ചുരുണ്ട് മടങ്ങിട്ടൊക്കെ ഇരിക്കണേ? ഇങ്ങനെയാണ് ഇരിക്കുക? അങ്ങനെ ഇരുന്നിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞ നീ എങ്ങനെ ചെയ്ത് കഴിച്ചു? എന്തേട്ടാ അമ്മ കസേരയിൽ ചുരുണ്ട് മടങ്ങിട്ട് ഇങ്ങനെ ഇരിക്കണേ? എന്തെങ്കിലും ഇരിക്കണ കഴിക്കുക? എങ്ങനെയുണ്ട് അമ്മ കറി? ഇഷ്ടായോ? നാടൻ കോഴി ദോശക്ക് തന്നെ ഏറ്റവും നല്ലത്. പിന്നെ നൂൽപുട്ടിനല്ലേ? പിന്നെ നൂൽപുട്ടിനും നാടൻ കോഴിയും ദോശയും അല്ലെങ്കിൽ നാടൻ കോഴി നൂൽപുട്ടല്ലേ? കഴിച്ചു. പിന്നെ ഞാൻ ഒന്നിനും കൂടി പറയട്ടെ. നമ്മുടെ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കുള്ള കഴിക്കണം. ഞങ്ങള് കഴിക്കാനുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരുടെ മാവ് കഴിഞ്ഞു. നോക്കുതാണ്ടോ. ഇനി ഇത് വൃത്തിയാക്കാൻ ഒരാള് നിക്കണം. കണ്ണുകൂടെ പെയിന്റ് കടിച്ചെടുത്തുണ്ട്. നിങ്ങളുടെ നാട്ടിലും ഇതേപോലെയാണോ സംക്രാന്തി ആഘോഷിക്കാന്നുള്ളത്? ഇതേപോലെ നമുക്ക് ഫുള്ളും ഇതിലിപ്പോ ആയിട്ടില്ല. ഇങ്ങനെയല്ല ശരിക്കും കാരണന്മാർക്ക് വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇപ്രാവശ്യം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അതൊക്കെ അടുത്ത പ്രാവശ്യം എടുക്കാം. പിന്നെ നമ്മള് ചെയ്യാന്ന് പറയാ, ഞാൻ രാവിലെ തന്നെ പറഞ്ഞില്ലേ, നോമ്പ് സമയത്ത് നമ്മുടെ കൂട്ടുകാരെങ്ങനെയാണോ നോമ്പിന് വീടൊക്കെ വൃത്തിയാക്കുക, അതേപോലെ നമ്മളെല്ലാവരുടെയും തേച്ചൊരച്ച് വൃത്തിയാക്കി. ഫുള്ള് എടുക്കാൻ പറ്റിയില്ല.
തീർത്ഥം വാങ്ങിക്കൊണ്ടുവന്ന് തളിച്ച് എന്നിട്ടൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാട്ടോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. അതേപോലെ പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പം നമ്മള് പാലക്കാട് ജില്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പല സ്ഥലം ഇപ്പം ഇവിടെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ കാഞ്ഞിരത്ത് ഈ രീതികളല്ല. അപ്പൊ ഓരോ ഭാഗത്ത് ഓരോ രീതികളാണ്, വ്യത്യാസങ്ങളുണ്ട്, സംസാരം എല്ലാം മാറ്റുന്നുണ്ട്. നമ്മളൊരു പഞ്ചായത്ത് മാറുമ്പോഴേക്കും സംസാര രീതി മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിപ്പോ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പാലക്കാട് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് ഞങ്ങളും മലയാളം, പക്ഷെ അവര് പാലക്കാട്ടുകാരല്ല. പറയുന്ന ശൈലി മാറ്റുന്നുണ്ട്. ഞങ്ങളും പാലക്കാട്ടുകാര്, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ല ഓരോ ഭാഗങ്ങൾക്ക് വിട്ടു മാറുമ്പോ അതൊക്കെ ഓരോരോ മാറ്റം വരും. മാറ്റങ്ങള് അപ്പൊ ഓരോ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സുനി.